നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയാണ് TCS എന്നുള്ളത്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. ഇന്ത്യയിലെ ബിഗസ്റ്റ് IT കമ്പനിയാണെന്ന് മാത്രമല്ല, വാല്യുവേഷനിൽ ലോകത്തെ തന്നെ ഒരു പ്രമുഖ കമ്പനിയാണ് TCS എന്നുള്ളത്. TCS ഇതാ ഇപ്പോൾ 2026 ബാച്ചുകാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 2026 ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ആ സമയത്തൊക്കെ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, IT കമ്പനികൾ പൊതുവെ റിക്രൂട്ട്മെന്റ് കുറച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർക്കുക. 2026 ബാച്ചുകാരുടെ 5 റിക്രൂട്ട്മെന്റ്സ് വിശദമാക്കുന്ന ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. താല്പര്യമുള്ളവർക്ക് അതും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ TCSന്റെ റിക്രൂട്ട്മെന്റ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആർക്കായിരിക്കും എലിജിബിൾ ആവുക, എന്നുവരെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ഇതേപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. TCSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. 12-ാം തീയതി ഒക്ടോബർ ഞായറാഴ്ച വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. TCS BPS ഹയറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് TCSന്റെ ബിസിനസ് പ്രോസസ് സർവീസിലേക്കായിരിക്കും ഈ ഒരു ഹയറിംഗ് നടക്കുക. 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കായിരിക്കും ഈ ഒരു അവസരം. ഓർക്കുക, TCSന്റെ IT ഡിവിഷനിലേക്കല്ല, ബിസിനസ് പ്രോസസ് സർവീസിലേക്കായിരിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് പരിശോധിക്കാം. ആർക്കായിരിക്കും ഇത് എലിജിബിൾ ആവുക? ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് BCom, BA, BAF, BBA, BBM ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ്. അപ്പം നമ്മൾ കേരളത്തിലെ വെച്ച് പറയുകയാണെങ്കിൽ BComകാർ പറ്റും, BAക്കാർ പറ്റും, BBAക്കാർ പറ്റും. അത് 2026 പാസ് ഔട്ട് ആകാൻ പോകുന്ന 3 ഇയർ BCom, BA, BBA കഴിഞ്ഞവർക്കായിരിക്കും, അല്ലെ കഴിയാൻ പോകുന്നവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ബാക്ക്ലോഗ്സിനെയും എക്സ്റ്റെൻഡഡ് എഡ്യൂക്കേഷനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. 1 ആക്റ്റീവ് ബാക്ക്ലോഗ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും ഒരു അറിയർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഒരു കാര്യം ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ബാക്ക്ലോഗ്സ് ഈ ജോയിനിങ് സമയത്ത് നിങ്ങൾ കഴിഞ്ഞിരിക്കണം. അതായത് ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഗ്യാപ്പ്, എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും +2 ഒക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം ഡിഗ്രി ചെയ്യുന്നവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. എന്നാൽ നിങ്ങളുടെ 10th, 12th ഒക്കെ NIOS ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡിഗ്രി ഫുൾ ടൈം ആയിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, കാരണം ഇതൊരു ട്രെയിനി റിക്വയർമെന്റ് ആയതുകൊണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എങ്ങനെയായിരിക്കും അതിൻ്റെ ടെസ്റ്റൊക്കെ നടക്കുക? 50 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. അതിനകത്ത് വേർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്. നമ്മൾ അറിയുന്നത് പോലെ സാധാരണ IT കമ്പനികളിലൊക്കെ റിക്രൂട്ട്മെന്റ് പോലെ 3 മേഖലയിൽ നിന്നുള്ള 50 മിനിറ്റിന്റെ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ വന്ന് ചോദിക്കാം. 2026 പാസിംഗ് ബാച്ചിനാണ് ഈ റിക്രൂട്ട്മെന്റ്. ഇവരെ എന്നായിരിക്കും ടെസ്റ്റ് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, അത് അപേക്ഷിക്കുന്നവരെ അനൗൺസ് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇവരുടെ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അവിടെ BPS IT 2 ഓപ്ഷൻ കാണും. ഇത് IT ഹയറിംഗ് അല്ല, ബിസിനസ് പ്രോസസ് സർവീസിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ BPS എന്ന ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 12th ഒക്ടോബർ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കുക. എങ്ങനെയായിരിക്കും പെർസെൻറ്റേജ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം. നമുക്ക് ഇതിന് എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് അതുകൂടി ഒന്ന് പരിശോധിക്കാം. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്ക് പോകണം. അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് വേണം അപേക്ഷിക്കാൻ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 1-2 കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. നെയിം ഒക്കെ കൊടുക്കുമ്പോൾ ആധാർ കാർഡിലെ പോലെ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ആധാർ കാർഡിൽ കൊടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ
അവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2026 ഫസ്റ്റ് ടൈമാണ് TCS ഹയർ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും TCS സൈറ്റിലേക്ക് പോവുക. ആദ്യമായിട്ടാണെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഓൾറെഡി ഈ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അപ്പോൾ ആദ്യം BPS എന്ന ഓപ്ഷൻ എടുക്കണം, എന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ BPS എന്ന കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. അതായത് നിങ്ങൾ പരീക്ഷ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനോ റിമോട്ടോ കാണും. റിമോട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഓപ്ഷനാണ്. ഇൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ TCSന്റെ സെൻറ്റേഴ്സ് ഉണ്ട്. TCS അയൺ സെൻറ്റേഴ്സ് എന്ന് പറയും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് ഏറ്റുമാനൂര് തവളക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ സെൻറ്റർ. എറണാകുളത്ത് ആലുവയുടെ അടുത്ത് അവർക്ക് ഇൻ സെൻറ്റർ ഉണ്ട്. മിക്കവാറും ജില്ലകളിലൊക്കെ ഉണ്ട്. ആ ഇൻ സെൻറ്റർ സെലക്ട് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വീടിനടുത്തുള്ള ഇൻ സെൻറ്റർ വേണം എടുക്കാൻ. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഒക്ടോബർ 12 വരെ ഇതിന് അപ്ലൈ ചെയ്യാമെങ്കിലും നിങ്ങൾ പിന്നീട് ഇത് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സെൻറ്റർ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കിട്ടണം എന്നില്ല. അതുകൊണ്ട് ഇത് അറിയുമ്പോൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ പിള്ളേർ കേരളത്തിനൊക്കെ വെളിയിൽ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ടെസ്റ്റ് എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലേറ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ സെൻറ്റർ അപ്പം ഒന്ന് BPS എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം. IT BPS ചോദിക്കുമ്പോൾ BPS എന്ന ഓപ്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്ലൈ ഫോർ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് DT നമ്പരൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇൻ സെൻറ്റർ എന്ന ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള അടുത്തുള്ള ഇൻ സെൻറ്റർ കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഫൈനലായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് കാണിച്ചാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നർത്ഥം. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, അപ്ലൈ ഫോർ യുവർ ആപ്ലിക്കേഷൻ എന്നതിൽ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ എത്തുന്നവരെ നിങ്ങൾ അപ്ലൈ ആയിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷന് വിജയകരമായി തീരുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കത്തില്ല. ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവ്വം അതിനെ സമീപിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാം. അപ്പോൾ TCSലേക്ക് BPS ഹയറിങ് പ്രത്യേകിച്ച് BCom BBA BAക്കാർക്ക് 12 ഒക്ടോബർ വരെ അപേക്ഷിക്കാവുന്ന ഒരവസരമാണ്. ഈ സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് അപ്ലൈ നൗ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്നൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. എന്താ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ എന്നതിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാം. രജിസ്റ്റർ നൗ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ BPS എന്ന കാറ്റഗറി ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ BPS എന്ന കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് നൽകി ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ഒരവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതാത് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് എൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ ഒക്ടോബർ 12 അപേക്ഷിക്കുക. ഓർക്കുക, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെ ഒക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 2025 ബാച്ചുകാരുടെ 26 ബാച്ചുകാരുടെ മറ്റ് റിക്രൂട്ട്മെന്റ്സ് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പരിശോധിക്കുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.